കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷെ ഇവരാരും എന്നോട് ഇത് ക്യാൻസർ ആണെന്നും ഇതിൻ്റെ പ്രശ്നമാണെന്ന് എന്നോട് പറഞ്ഞു. ഈ കീമോ നമുക്കറിയാം ഒരുപാട് പൈസ ചിലവാണ് ഓരോ ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനും. ആ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് വേദനിക്കുന്ന മനുഷ്യരെ കണ്ടത്. അപ്പം എൻ്റെ തോളിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് കീമോ പോട്ട് ഒരു കുഴലെടുത്തിട്ട് അത് ഹാർട്ട് വരെ മുട്ടിച്ച് വയ്ക്കായിരുന്നു. അപ്പം എല്ലാ മരുന്നും അതിൽ കൂടെ കഴിക്കും. നമ്മൾ വിചാരിക്കും വയ്യാണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ഒട്ടും എളുപ്പമില്ല അത്. അപ്പോൾ കീമോ വാർഡിൽ ചെന്ന് കിടന്നാൽ ജീവിതത്തിൽ ഇനി ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. 18, 20, 10, 30, 40 ഇങ്ങനെ പല വയസ്സിലുള്ള മനുഷ്യർ, സ്ത്രീകളും കുട്ടികളൊക്കെ എൻ്റെ കട്ടിലിൻ്റെ അപ്പുറത്തെ കട്ടിലിൽ നിറന്ന് കിടക്കുന്നുണ്ടാവും. ഞാനൊരു ടീച്ചറായിരുന്നു. റിട്ടയർ 22ാമത്തെ വയസ്സ് തൊട്ട് ടീച്ചർ പണി തുടങ്ങിയതാണ്. പിന്നെ 56ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നോട് പ്രൊവിൻഷ്യാളമ്മ പറഞ്ഞു ബോംബെയിലുള്ള ഞങ്ങളുടെ സ്കൂളിലേക്ക് ഒന്ന് പോയി ചാർജ് എടുക്കാൻ. അപ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചാർജ് എടുത്ത് 4 വർഷം കൊപ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളിലായിരുന്നു. പിന്നെ നാട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പാവട്ടിയിലുണ്ടൊരെണ്ണം, അപ്പോൾ അതിൻ്റെ ചാർജ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ 6 കൊല്ലം വീണ്ടും എടുത്തു. അങ്ങനെ 65ാമത്തെ വയസ്സിൽ പഠിപ്പിക്കുക എന്നുള്ള ജോലി അവസാനിപ്പിച്ചു. ഞാൻ പുതുക്കാട്ടേക്ക് മഠത്തിലേക്ക് മാറി വന്നു. അവിടെ വന്ന് ഒരു 5-8 മാസം വലിയ കുഴപ്പമില്ലാണ്ട് ഞാൻ നീങ്ങിയതാണ്. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം, ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല, ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഡോക്ടറെ വീണ്ടും കാണും. നല്ല ഷുഗർ കംപ്ലൈൻറ്റ് ഒരു 10-30 കൊല്ലം കൊണ്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ബ്ലഡ് കുറച്ച് കയറ്റാന്ന് പറഞ്ഞു. കാരണം HB വല്ലാണ്ട് കുറവായിരുന്നു. അത് കഴിഞ്ഞ് 1 കൊല്ലം 1 മാസം ഞാനൊന്ന് ഒരുവിധം നീങ്ങി. പിന്നെ വീണ്ടും ഷുഗർ അധികമായി, വയ്യാണ്ടായി. തൃശ്ശൂർ ജൂബിലിയിൽ മിഷൻ ആസ്പത്രിയിൽ അഡ്മിറ്റാക്കി. അപ്പോൾ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ 2 ആഴ്ചയോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ആ ഡോക്ടർ കുഴപ്പമില്ല, എൻ്റെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡോക്ടർ എൻ്റെ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗാസ്ട്രോളജിയുടെ ഡോക്ടർ വന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് മോളെ നിന്നെ ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ എൻ്റെ ബ്ലഡും എല്ലതും വീണ്ടും നോക്കി വന്ന് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാൻ കൊണ്ട് സ്കാൻ തന്നെയാണ്, എൻഡോസ്കോപ്പി, കോളിനോസ്കോപ്പി, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം പെറ്റ് സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞ് അതിന് അമലയിൽ പോയി പെറ്റ് സ്കാൻ ചെയ്ത് വന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് ഡോക്ടറുടെ OPയിലുള്ള മുറിയിലേക്ക് പോയിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ, മദർ, എൻ്റെ ബാച്ച് സിസ്റ്റർ, അസിസ്റ്റൻറ്റ് ഡോക്ടർ എല്ലാവരും കൂടി ആ മുറിയിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എന്നാലും ഡോക്ടർ എന്നെ താങ്ങി പുറത്ത് കൈയൊക്കെ വെച്ച് കൊണ്ടുപോയി. എന്നിട്ട് കമ്പ്യൂട്ടറിൽ എനിക്കത് ആ CD ഇട്ട് കാണിച്ചു തന്നു. അങ്ങനെ വന്നപ്പോഴാണ് വൻകുടലിൻ്റെ ഭാഗത്തെപ്പോൾ ഡോക്ടർ അവിടെ അത് പോയിൻ്റായിട്ട് നിർത്തിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ വൻകുടലുമേ നമ്മുടെ ഒരു ലോങ് സ്കെയിലിൻ്റെ അത്ര ഒരു ഭാഗം കട്ടി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അമ്മ ഞാൻ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഒരു സാധനം ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതാണ് നമ്മുടെ പ്രശ്നം, ഇത് നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യും, അത് ഞാൻ മുറിച്ച് കളയും, അങ്ങനെയാണ് എൻ്റെ ജോലി എന്ന് ഡോക്ടർ വളരെ കൂളായി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുമ്പോൾ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കില്ല, അല്ലെങ്കിൽ എന്തെനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ വൻകുടലിൻ്റെ അറ്റം ചെറുകുടലിനോട് കൂട്ടി യോജിപ്പിച്ച് തുന്നി നമ്മൾ അങ്ങനെയാണ് പ്രോസസ്സ് നടത്താമെന്ന് പറഞ്ഞു. ഇനി അഥവാ നമുക്കത് പറ്റിയില്ലെങ്കിൽ വയറുമ്പോൾ നമ്മളൊരു ഹോള്, ഒരു തുളച്ചിട്ട് മോഷണയ്ക്ക് പോവാൻ അതിൽ കൂടെ ഒരു പാസേജ് ഉണ്ടാക്കുന്നു. കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. പക്ഷെ ഇവരാരും എന്നോട് ഇത് ക്യാൻസർ ആണെന്നും ഇതിൻ്റെ പ്രശ്നമാണെന്ന് എന്നോട് പറഞ്ഞില്ല എന്നുള്ളതാണ് ആ വാക്ക്. പക്ഷെ അന്ന് മുതൽ എന്നെ കാണാൻ വരലും എല്ലാവരും കരച്ചിലും ബഹളം എല്ലാം കൂടി വീണ്ടും ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്നെ തിയേറ്ററിൽ കയറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദർ കോട്ടയത്തുണ്ടായിരുന്നു, അച്ഛൻ ഫാദർ ജോർജ്. അച്ഛനോട് ഞാൻ പറഞ്ഞു ഒന്ന് വരണം, എന്നെ കാണണം, എനിക്കൊരു ബ്ലെസ്സിങ് തരണം എന്ന് പറഞ്ഞു.
അപ്പം അച്ഛനെല്ലാം വിവരം അന്വേഷിച്ചു അമ്മ പ്രൊവിൻഷ്യലും കൂടി ചോദിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് കുറേ പ്രാർത്ഥിച്ച് സമാധാനിപ്പിച്ച് ശാന്തമാക്കി പോയി. കഴിഞ്ഞ വർഷം അച്ഛനും മരിച്ചുപോയി ലിവർ സിറോസിസ് ആയിട്ട്. അങ്ങനെ തിയേറ്ററിൽ കയറ്റി മണിക്കൂറുകൾ ഡോക്ടർമാരെല്ലാവരും അവരുടെ പണി മുഴുവൻ നല്ല ഭംഗിയായിട്ട് ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കൗൺസിലിങ്ങൊക്കെ കുറേ തന്നപ്പോൾ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു ICUയിൽ കിടക്കേണ്ടി വരും, ചിലപ്പോൾ വെന്റിലേറ്ററിലാക്കേണ്ടി വരും, അതൊക്കെ സിസ്റ്ററിന് ഇത്രയധികം BP-യും ഷുഗറും ഒക്കെ ഉള്ള കാരണമാണ്, അത് ശ്രദ്ധിക്കുക, ഞങ്ങൾ പറ്റാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യാമെന്നും പറഞ്ഞു. അപ്പോൾ എന്നെ അറിയണ ബിഷപ്പുമാരെ അച്ഛന്മാരെ എല്ലാവരും വന്ന് എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് എന്നെ ധൈര്യപ്പെടുത്തിയിട്ട് അവർ പറഞ്ഞു, സിസ്റ്റർ ഇതിനെ അതിജീവിക്കും, എത്ര കാര്യങ്ങൾ സിസ്റ്റർ സുലീപം നടത്തിയിട്ടുള്ളതാണ്, സിസ്റ്ററിന് ഒന്നും സംഭവിക്കില്ല, ഇതിനെ അതിജീവിക്കും ഇവരെൻ്റെ ചെവിയിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കലായിരുന്നു. പിന്നെ എനിക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ടും കുറേ അച്ഛന്മാർ സിസ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കഴിഞ്ഞ് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എല്ലാവരും പറഞ്ഞ് എൻ്റെ ആ സ്റ്റിച്ചുകൾ സർജറിയുടെ കുറേ വയറ് നെടുക കീറിയിട്ട് കുറേ സ്റ്റിച്ച് ഉണ്ടായിരുന്നു, അതെല്ലാം ഒരു 3 ആഴ്ച കൊണ്ട് മാറി കിട്ടി എന്നുള്ളതാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് എല്ലാവരും. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഓങ്കോളജിയുടെ മെഡിക്കൽ ഡോക്ടർ എനിക്ക് കീമോ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഇത് ക്യാൻസറിൻ്റെ മെയിൻ ഭാഗം, കാരണം എൻ്റെ സഹോദരൻ്റെ ഭാര്യ ഇതൊക്കെയും ചെയ്ത് അവൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു 2 കൊല്ലം മുമ്പ്. അങ്ങനെ കീമോ തുടങ്ങിയതാണ്. കീമോ ചെയ്തിട്ടും ഉണ്ടായ അത്ഭുതം, ആദ്യത്തെ 2 കൊല്ലേക്ക് 3 ദിവസവും കിടന്ന് കീമോ ചെയ്യുന്നു. അപ്പം എൻ്റെ തോളിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് കീമോ പോട്ട് ഒരു കുഴലെടുത്തിട്ട് അത് ഹാർട്ട് വരെ മുട്ടിച്ച് വയ്ക്കായിരുന്നു. അപ്പം എല്ലാ മരുന്നും അതിൽ കൂടെ കയറ്റുക, എൻ്റെ വെയിനൊന്നും കിട്ടാൻ എളുപ്പമില്ല. ഞാൻ കീമോ ചെയ്യാൻ കിടന്ന് ആ മരുന്ന് കയറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിലുള്ള എല്ലാതും ഉരുകി കരിഞ്ഞു പോകണതല്ല, നല്ല ക്ഷീണം, വയ്യായം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കിടക്കാനും പറ്റില്ല. പക്ഷെ എൻ്റെ ഇപ്പുറത്തേക്കും ആ റൂമിൽ കിടക്കണ പ്രായം കുറഞ്ഞവർ, എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞവരും വയ്യാത്തവരേക്കും അവർക്കൊക്കെയും 1 കീമോ 2 കീമോ കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് മുടി കൊഴിഞ്ഞു പോയി, ലൂസ് മോഷൻ വന്നു, ഛർദി വന്നു. കഷ്ടപ്പെട്ട് അവരൊക്കെയും വേദനിക്കുന്നത് ഞാൻ കാണാം. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ 1-ാം ദിവസം വന്നില്ല. പിന്നെ നഴ്സുമാർ, ഡോക്ടർമാർ, ഈ പേഷ്യൻസ് എല്ലാവരുമായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. കീമോ തുടങ്ങിയപ്പോഴാണ് പിന്നത്തെ എനിക്ക് വല്ലാത്ത അത്ഭുതം. അപ്പോൾ ഞാൻ അരമനയിലേക്കും ഒരുപാട് സംഘടനകളിലെയും മീറ്റിങ്ങുകളിലേക്കും പങ്കെടുക്കാറുള്ള കാരണം കുറേ അച്ഛന്മാരെയും പിതാക്കന്മാരെയും എനിക്ക് പരിചയം. അവരെല്ലാവരും എനിക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിച്ച് സുദീപയ്ക്ക് സുഖമാവണം, ഇങ്ങനൊരു കാര്യത്തിൽ പോവാൻ പാടില്ല പറഞ്ഞ് എൻ്റെ ടീച്ചർമാർ, കുട്ടികൾ, എൻ്റെ വീട്ടുകാർ, പിന്നെ എൻ്റെ CMC സഭ അധികാരികൾ ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ആ ഒരു ശക്തി എന്നെ വലയം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. കീമോൻ്റെ ഒരു 1-2-3 കൊല്ലത്തിൻ്റെ ഉള്ളിലാണ് ഈ 3 പുസ്തകങ്ങൾ ഞാൻ എഴുതിയത്. ഇതൊക്കെ എൻ്റെ ഓർമ്മകളും എൻ്റെ ജീവിതാനുഭവങ്ങളും. ഈ ചെറിയ ബുക്ക് എൻ്റെ സ്പിരിച്വൽ ഫാദറാണ്. അച്ഛൻ കഴിഞ്ഞ വർഷം പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന താങ്ങ് തണൽ, അതുപോലെ തൂങ്കുഴി പിതാവൊക്കെയും ഒരുപാട് തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതൊക്കെയാണ്. അങ്ങനെ ഞാൻ ഈ ബുക്ക് എഴുതുന്നതിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് അറിയുന്നവരോടും എൻ്റെ കുട്ടികളോടും സ്റ്റാഫിനോടൊക്കെയും സിസ്റ്റേഴ്സിനോടും നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതി തരാൻ പറഞ്ഞു. അങ്ങനെ അവർ വാട്സപ്പിൽ മഠത്തിൽ ഒരു സിസ്റ്ററിന് അയച്ചു കൊടുക്കും. അപ്പോൾ അതൊന്ന് ഇരുന്ന് എഴുതാനൊന്നും എനിക്ക് പറ്റില്ല, നിവർന്നിരിക്കാൻ എൻ്റെ വയറൊന്നും സമ്മതിക്കില്ലായിരുന്നു. കിടന്നും നിന്നും ഇരുന്നൊക്കെ ആയിട്ട് ഈ പുസ്തകങ്ങൾ ഞാൻ എഴുതി. അത് പ്രൊൻഷേളം സമ്മതിച്ചു. പിന്നെ ഒരുപാട് നമ്മൾ വിചാരിക്കും വയ്യാണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ഒട്ടും എളുപ്പമില്ല അത്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് കിടന്ന് ആരും മുറിയിലില്ലെങ്കിൽ ഞാൻ കുറേ കരയുമായിരുന്നു. ഈശോയെ, നീ ഇതെന്താ നിൻ്റെ പരിപാടി, ഞാനെന്താ. പക്ഷെ പിന്നെ ഞാൻ എൻ്റെ ലിസ്റ്റുകൾ ഡോക്ടർമാർ കൊണ്ടുവരുന്ന കീമോയുടെയും അതുപോലെ മരുന്ന് നോക്കിയപ്പോൾ
മോ എല്ലാ ഷീറ്റിൻ്റെ മുകളിൽ ഫോർത്ത് സ്റ്റേജ് ഈ ഒരു വരി എല്ലാറ്റിലും കാണും. അപ്പോൾ മെയ് മാസത്തിലായിരുന്നു സർജറി. ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ സിസ്റ്റർമാരൊക്കെയും 2-3 മാസം കഴിയുമ്പോഴേക്കും അവരൊക്കെയും ഈ ഭൂമിയോട് ഗുഡ് ബൈ പറയണത്. അപ്പോൾ എൻ്റെ ഫോർത്ത് സ്റ്റേജ് ഇതാണല്ലേ എന്ന് ഞാൻ തന്നെ എന്നോട് പറയും. ഞാൻ പറഞ്ഞു, ജീസസേ, എല്ലാ സഹനവും നീ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോ. ഞാൻ മരിക്കുകയാണെങ്കിൽ നീ നേരിട്ട് എന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ ഈശോയോട് വാദിക്കാറുണ്ട്. അതുപോലെ മാതാവിനോട് ഔസേപ്പിതാവിനോടും എൻ്റെ പേരിൻ്റെ പുണ്യവതി പിന്നെ ഉപ്രാശ്യമ്മ എൻ്റെ ഒരു വല്ലാത്ത ഇൻസ്പിറേഷനായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി എന്നതിനേക്കാളും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച് ഫോർത്ത് മന്തൊക്കെ ആയപ്പോൾ ഞാൻ വളരെ ഗ്ലൂമി ആയി തുടങ്ങി. എനിക്കറിയായിരുന്നു. ഞാൻ പറഞ്ഞു, ഈശോയെ, മരിക്കുന്നതിന് ഞാൻ പേടിച്ചിട്ടും മരിക്കണ്ട കേട്ടോ, നീ നേരമാകുമ്പോൾ നീ എന്നെ വേഗം കൊണ്ടുപോക്കോ. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. കീമോ ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഒരാഴ്ചയും പോകുമ്പോൾ 3 ദിവസം അവിടെ കിടക്കണം. അതിൻ്റെ ഡോസ് അളവ് വ്യത്യാസിക്കും വന്നാലേ ഒരുപാട് പ്രശ്നമുണ്ടാവും. അപ്പം എന്നെ നോക്കാൻ ഒരു ചേർത്തീനെ നിർത്തിൻ്റെ ഒരു സിസ്റ്ററുണ്ട്. അവർക്ക് രാത്രി കണ്ണടയ്ക്കാൻ പറ്റില്ല. കാരണം ഈ ട്യൂബ് ഡോസ് വ്യത്യാസം വന്നാൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ മയങ്ങിപ്പോവും. എന്നാലും എന്നെ നോക്കി അവർ 2 പേര് വീതം 1 കൊല്ലം 2 കൊല്ലം 3 കൊല്ലത്തോളാണ് എൻ്റെ സിസ്റ്റേഴ്സും മദർമാരും മറ്റ് സഹോദരിമാരും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടിയിട്ടുള്ളതും. അങ്ങനെ പിന്നെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, കീമോൻ്റെ പീരീഡ് നമുക്കൊന്ന് വ്യത്യാസപ്പെടുത്താമെന്ന് വേണ്ടി പിന്നെ മാസത്തിലൊരിക്കലായി കീമോ ചെയ്ത്. അപ്പോൾ കീമോ വാർഡിൽ ചെന്ന് കിടന്നാൽ ജീവിതത്തിൽ ഇനി ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. 18, 20, 10, 30, 40 ഇങ്ങനെ പല വയസ്സിലുള്ള മനുഷ്യർ, സ്ത്രീകളും കുട്ടികളൊക്കെ എൻ്റെ കട്ടിലിൻ്റെ അപ്പുറത്തെ കട്ടിലിൽ നിറന്ന് കിടക്കുന്നുണ്ടാവും. അവരൊക്കെയും ഈ മരുന്ന് കയറ്റുമുള്ള വേദന, മിക്കവരുടെയും 1 കീമോ 2 കീമോ കഴിയുമ്പോഴേക്കും അവരുടെ തലമുടി മുഴുവനും കൊഴിഞ്ഞു പോയി പെട്ടയായിട്ടുണ്ടാവും. പക്ഷേ ഞാൻ 14ാമത്തെ കീമോ 20ാമത്തെ കീമോ 30ാമത്തെ കീമോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചെല്ലുമ്പോഴും കുറേ മുടി കൊഴിഞ്ഞു പോയി എന്നല്ലാണ്ട് ഞാൻ ഒരിക്കലും തലമുണ്ടനം ചെയ്ത ഒരാളുടെ പോലെ ആയിട്ടില്ല. ഈശോനെ അങ്ങനെ ആക്കിയില്ല. അപ്പോൾ ഈ മറ്റ് കീമോ പേഷ്യൻസ് പറയും, സിസ്റ്റർ മാത്രം എന്താ ഇങ്ങനെ, ഞങ്ങളൊക്കെയും കണ്ടു ഞങ്ങളുടെ രൂപം ഭാവമൊക്കെ. ഞാൻ ക്ഷീണിച്ചു പോയി, കുറേ ക്ഷീണമായില്ലേ. പക്ഷേ സിസ്റ്ററിന് വോമിറ്റിങ്ങും ഇല്ല, ലൂസ് മോഷനും ഇല്ല, തലമുടി കംപ്ലീറ്റ് കൊഴിഞ്ഞിട്ടുമില്ല. ഇതിന് എന്താ കാരണം സിസ്റ്ററെ? ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ പ്ലാൻ എനിക്ക് അറിയില്ല മക്കളെന്നും. അപ്പോൾ എൻ്റെ ജോലി കീമോ കഴിയണം. ഇടയ്ക്കിടയ്ക്ക് അവിടെ നഴ്സുമാർ, ഡോക്ടർമാർ, ഈ പേഷ്യൻസിൻ്റെ വീട്ടുകാർ, അവർക്കൊക്കെ ഇങ്ങനെ ആശ്വാസം സമാധാനം പറഞ്ഞു കൊടുക്കല എൻ്റെ ജോലി. അപ്പോൾ ഒരു വല്ലാത്തൊരു കമ്പനി എനിക്ക് ആസ്പത്രിയിലായി 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലമൊക്കെ ആയിട്ട്. അപ്പോൾ പിള്ളേർ സുദീപ സിസ്റ്റർ വന്നു എന്ന് പറഞ്ഞ് നേഴ്സുമാരൊക്കെ ഓടി വരും. ഈ പിന്നെ എന്നെ ഏറ്റവും അവിടെ കിടന്ന് വേദനിപ്പിച്ചൊരു കാര്യം, ഈ കീമോ നമുക്കറിയാം ഒരുപാട് പൈസ ചിലവാണ് ഓരോ ദിവസത്തെ ട്രീറ്റ്മെൻറ്റിനും. ആ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാണ്ട് വേദനിക്കുന്ന മനുഷ്യരെ കണ്ടത്. അപ്പം ഞാൻ ഓർത്തു, കോൺവെൻറ്റിലായ കാരണം അങ്ങനത്തെ വേദന ഒന്നും എനിക്കറിയണ്ട. അപ്പം അവരുടെ വേദന, സങ്കടം അതൊക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിക്കും. അങ്ങനെ ഒടുവിലായിട്ട് ഡോക്ടർ പറഞ്ഞു, കീമോ 1 ദിവസം ചെയ്ത് അന്ന് തന്നെ തിരിച്ചു പോകാം, കിടക്കണ്ട 3 ദിവസം എന്ന് പറഞ്ഞ് ആ കീമോ മരുന്നിൻ്റെ ഡോസ് ഡോക്ടർ കുറച്ച് വന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഡോക്ടർ പറയും, പറ്റണ പോലെയൊക്കെ ഞാൻ കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഒരു 2 വർഷം മുമ്പ്, അതായത് 3.5-4 വർഷത്തോളം കീമോ ചെയ്തു. അന്ന് ഒരു ഓഗസ്റ്റ് 3 ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ നമുക്ക് കീമോ നിർത്താം. അപ്പോൾ ഓരോ കീമോയ്ക്ക് പോകുമ്പോഴും ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ട്. 10-20 കൂട്ടം ബ്ലഡ് നമ്മുടെ ഇവിടെ പരിശോധിച്ച് റിപ്പോർട്ട് കൊണ്ട് വേണം ഡോക്ടറെ അടുത്ത് പോകാൻ. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള ഒരാൾക്ക്
4 ലക്ഷമെങ്കിലും പ്ലാറ്റ്ലെറ്റ് വേണം ബ്ലഡിൽ. പക്ഷേ എൻ്റെ ഈ സർജറിക്ക് മുമ്പും ബ്ലഡ് കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഒരിക്കലും ഈ പ്ലാറ്റ്ലെറ്റ് ഒന്ന് 90 അല്ലെങ്കിൽ 1,00,000-നേക്കാളും കൂടുതലാവില്ല. പ്ലാറ്റ്ലെറ്റ് കുറഞ്ഞാൽ നമുക്ക് കീമോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 65,000 ഒരു പ്രാവശ്യം പ്ലാറ്റ്ലെറ്റ് ആയിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ ഇത് വെച്ച് കീമോൻ്റെ മരുന്ന് കയറ്റാൻ പറ്റില്ല, സിസ്റ്റർ തിരിച്ചു പോയിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകൾ. പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ പോലെ അച്ഛന്മാർ. അപ്പം ഒരു 3ാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ നന്നായിട്ട് അറിയുന്ന ഒരു ഫാദർ ഓസ്ട്രിയയിലുണ്ട്. അപ്പോൾ അച്ഛൻ എൻ്റെ വിവരം അറിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, സുദീപിക്ക് രോഗീലേപനം കൊടുക്കാൻ പറഞ്ഞു. അത് കേട്ടോടുകൂടി പിന്നെ എല്ലാവരും ആകെ ഷോക്കായി. അപ്പം വീണ്ടും അച്ഛൻ പിറ്റാഴ്ച വിളിച്ചപ്പോഴും കൊടുത്തിട്ടില്ല. അപ്പം എൻ്റെ ബാച്ചിലത്തെ സിസ്റ്ററിനോട് പറഞ്ഞു, അച്ഛൻ ഇത് മരിക്കാൻ വേണ്ടിയിട്ടല്ല, രോഗസൗഖ്യത്തിനാണ്, സൗഖ്യലേപനാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മദർ എന്നോട് ചോദിച്ചു, എന്താ വേണ്ട സിസ്റ്ററെ, അച്ഛൻ ഓസ്ട്രിയെന്ന് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മദർ എനിക്ക് വിരോധമില്ല, ഞാൻ പോവാൻ തയ്യാറാണ്, സുഖമാണ്. പക്ഷെ എൻ്റെ വീട്ടിലാരോടും എനിക്ക് രോഗീലേപനം തരണമെന്ന് പറയരുത്, പ്രൊൻശാലമോട് മാത്രം പറയാൻ പറഞ്ഞു. അപ്പം മദർ അമ്മയ്ക്ക് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പറയുന്നു ഫാദർ, അപ്പം എന്താ വേണ്ട. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ ടീമിലെ ഒറ്റ ആളോടും കൗൺസിലേഴ്സിനോട് പോലും പറയുന്നില്ല, സുദീപ സമ്മതിച്ചെങ്കിൽ സുദീപയ്ക്ക് കൊടുത്തോളം പറഞ്ഞു. അങ്ങനെ എൻ്റെ മദറും ഞാനും നേഴ്സും മാത്രം സാക്ഷിയായിട്ട് രോഗീലേപനം സ്വീകരിച്ചു ഞാൻ. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഈശോയുടെ നേരാകുമ്പോൾ കൊണ്ടുപോയിട്ട് അങ്ങനെ അതും കൂടി കഴിഞ്ഞിട്ടാണ് 19 ഇത് തുടങ്ങി. കീമോ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നിർത്തി. എന്നാലും അതിൻ്റെ മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 വർഷമായിട്ട് ക്യാൻസറിൻ്റെ ഒറ്റ മരുന്നും ഞാൻ കഴിക്കുന്നില്ല. ഡോക്ടർ നിർത്തിയേക്കാണ്. ഷുഗറിൻ്റെയും പിന്നെ എൻ്റെ ക്ഷീണത്തിനൊക്കെയുള്ള മരുന്നുണ്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ഈ കീമോൻ്റെ ഫ്ലഷ്, ആ കീമോൻ്റെ ആ കുഴൽ നമുക്ക് എല്ലാ മാസത്തിലും ഫ്ലഷ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ബ്ലോക്കായാൽ പിന്നെ ഹാർട്ടുമ്മ മുട്ടിച്ച് വെച്ചാണ്, കാരണം പ്രയാസമാണത്. അപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിയുമ്പോൾ ഇപ്പോഴും റെഗുലറായി ബ്ലഡ് ടെസ്റ്റും കൊണ്ട് റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെല്ലും. അപ്പോൾ ഡോക്ടർ കണ്ട് നോക്കി ആ കീമോ പോട്ട് ഫ്ലഷ് ചെയ്യും. അത് കാരണം കീമോ വാർഡിലേക്ക് എപ്പോഴും പോവല് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒട്ടും നടക്കാൻ പോലും പറ്റാണ്ട് മിണ്ടാൻ പറ്റാണ്ട് നടന്നിരുന്ന ഞാനാണ് ഇങ്ങനെയൊക്കെ ഇപ്പം ഇരിക്കണതും സംസാരിക്കണതും. കർത്താവിനൊരു പ്രത്യേക വിധത്തിൽ കൊണ്ട് നടക്കും. ഞാൻ പറയും, ജീസസ്. അപ്പം പിന്നെ എന്നെ കാണുന്നവർ, നീ ഇങ്ങനെ. അപ്പം ഞാൻ പറയും, ഞാൻ മരിച്ചിട്ടില്ല എന്നാണ് ഞാനൊരു പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 4.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇടതുകാല് ഭയങ്കര വേദന വന്ന് നീര് വെച്ച് മുട്ടിയും ചെന്ന് ഡോക്ടറെ കണ്ട്, വേറെ ഡോക്ടറെ കണ്ടപ്പോൾ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു, കാലിന് ബ്ലഡ് ക്ലോട്ട് ചെയ്തേക്കാണ്ട് 8 സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർജറി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വാസ്കുലർ സർജറി കഴിച്ചു. അതൊരു വല്ലാത്ത സർജറി ആയിരുന്നു. അനുഭവിച്ച വേദന എനിക്കും ദൈവത്തിന് പറയാം. അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴേക്കും ഒരു ദിവസം രാത്രി എനിക്ക് ഭയങ്കര നെഞ്ചുവേദന വന്നു. രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധന കഴിഞ്ഞിട്ട് പറഞ്ഞു, 4 ബ്ലോക്ക് ഹാർട്ടിൽ നിൽക്കണത്, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അതും ചെയ്തു ഡോക്ടർ. അപ്പോഴേക്കും എൻ്റെ കണ്ണിനെ വല്ലാത്ത വിഷമമായി കാണാനും അതിന്. അപ്പോൾ ഷുഗറുള്ള കാരണം റെറ്റിനയ്ക്കും വിഷമമായിട്ടുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ പിന്നെ പരിശോധിച്ച് ഇതൊക്കെയുള്ള കാരണം അവസാനം ഇപ്പോൾ 4 പ്രാവശ്യം കണ്ണിൽ ലേസർ അടിച്ചേക്കാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ കാണാൻ, ഞാൻ ഈ പ്രസുമര മഠത്തിൽ വന്നിട്ട് ഇപ്പോൾ 5 മാസമായിട്ടുള്ളൂ. എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും പിള്ളേരൊക്കെ വരുമ്പോൾ, ഹായ് സിസ്റ്റർ പണ്ടത്തെ പോലെ ആയി എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുമ്പോൾ ഞാൻ തന്നെയാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. പക്ഷേ കർത്താവ് എന്നെങ്ങനെ വഴി പിടിച്ച് നടത്താണ്. സർജറി കാലിൽ കഴിഞ്ഞാൽ പിന്നെ കാല് നിലത്തുറപ്പിച്ച് നടക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് വടി പിടിച്ച് നടക്കുന്നത്. അപ്പോൾ
കാണാൻ വരുന്നവരോട് അവരുടെ വിഷമങ്ങൾ. പിന്നെ ഞാൻ ഈ സ്കൂളിൽ 5 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇപ്പം ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പം ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും വന്നെൻ്റെ അടുത്ത് പറയും. ഞാൻ അവരും കുറച്ച് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ വിടും. പിന്നെ എൻ്റെ ഈ മഠത്തിലും ഞങ്ങൾ 27 പേരുണ്ട്. അപ്പോൾ പ്രായമായ സിസ്റ്റർമാരും ചെറിയവരൊക്കെ ഒരു വല്ലാത്ത കൺസേൺ എന്നോട് കാണിക്കുകയാണ്. അങ്ങനെ ഞാൻ ഓരോ ദിവസവും ഉറങ്ങാൻ മുമ്പ് പറയും, ജീസസേ ഞാൻ നാളെ നിൽക്കുന്നറിയില്ല, ബി വിത്ത് മീ എന്ന് പറഞ്ഞ് പ്രാവശ്യമ്മയുടെ തണലിൽ ഈശോയുടെ അനുഗ്രഹത്തിൽ എന്നെ സ്നേഹിക്കുന്നവരെല്ലാവരും എന്നെ വളർത്തി ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. അളവില്ലാത്ത കാരുണ്യമാണ് കർത്താവ് എന്നോട് കാണിച്ചിട്ടുള്ളത്. അതെന്തിനാന്ന് എനിക്ക് ഉത്തരമില്ല. ഈശോ ആഗ്രഹിക്കുന്നിടത്തോളം ഈ യാത്ര ഇങ്ങനെ തുടരട്ടെ എന്ന് വിചാരിച്ച് പരിശുദ്ധ അമ്മയോട് ചേർത്ത് പിടിച്ച് ഞാൻ നടക്കുകയാണ്.